നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും മദീനയിലെത്തിയപ്പോഴാണ് അബൂ സുഫിയാനും സംഘവും കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ഷാമിലേക്ക് പോകുന്നത്. അബൂ സുഫിയാനും സംഘവും കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോകുന്നു എന്ന വിവരം കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിനിടക്ക് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ മക്കയിൽ അവരുടെ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. ആ സമ്പത്ത് മുഴുവനും മക്കയിലെ മുശ്രിക്കീങ്ങൾ കൊള്ളയടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും മക്ക വിട്ട് മദീനയിലെത്തിയപ്പോൾ മക്കയിൽ അവരുടെ വീട്, മറ്റു സമ്പൽ സമൃദ്ധി കാര്യമായിട്ട് പലതും, അവിടുത്തെ സ്വഹാബികളൊക്കെ സമ്പന്നരായ പല സ്വഹാബികളുണ്ട്. അള്ളാന്റെ ഹബീബിന് കാര്യമായിട്ട് സ്വത്ത് മുതലൊന്നും ഇല്ലെങ്കിലും കൂടെയുള്ള സ്വഹാബികളിൽ സമ്പന്നരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയ സ്വഹാബികളുണ്ട്. അപ്പൊ സ്വഹാബത്തിന്റെ ഒരുപാട് സ്വത്തുകൾ അവിടെ ഉണ്ട്, നബി തങ്ങളുടേതുണ്ട് കുറച്ചൊക്കെ. ഇതൊക്കെ അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോകുന്ന കംപ്ലീറ്റ് സമ്പത്തും ആര് മോഷ്ടിച്ചു? മക്കയിലെ ശത്രുക്കൾ. അവിടെ നിന്ന് മൈഗ്രേറ്റ് ബാലാനം ചെയ്ത് പോന്നിട്ടും വെറുതെ വിടുന്നില്ല. അവിടുത്തെ സ്വത്തും സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് മോഷ്ടിച്ചു, അത് കൊണ്ടുപോയി വിൽക്കുക, അതിന് ലാഭം ഉണ്ടാക്കി. ഇതാണ് മക്കയിലെ കുഫാറുകളുടെ മുശ്രിക്കീങ്ങളുടെ പണി. ആ ഇടക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സംഘത്തിന്റെയും സ്വഹാബികളുടെ പല മുതലും മോഷ്ടിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോവുകയാണ് അബൂ സുഫിയാൻ. അവര് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇത് ആദ്യകാലത്തുള്ള സംഭവമാണ്. അബൂ സുഫിയാൻ മഹാനവറുകൾ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്, സ്വഹാബി ആയിട്ടുണ്ട്, വലിയ മഹാനായിട്ടുണ്ട്. പക്ഷെ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ തുടക്കകാലം, അന്ന് അബൂ സുഫിയാൻ ശത്രുപക്ഷത്തായിരുന്നു റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ എന്നവരും സംഘവും ഒരുപാട് ആളുകൾ മക്കയിൽ നിന്ന് ഹബീബായ തങ്ങളുടെയും സംഘത്തിന്റെയും സ്വത്ത് അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോകുന്നു എന്ന വിവരം കിട്ടുകയാണ്. കച്ചവടം ചെയ്യാൻ പോകുന്ന സ്വത്ത് മുസ്ലിങ്ങളുടേത് അടിച്ചു മാറ്റിയിട്ടാണ് പോകുന്നത്. സ്വാഭാവികമാണ്, നമ്മൾ ചോദ്യം ചെയ്യും. അല്ലാതെ ചുമ്മാ ഒരു കച്ചവട സംഘം അബൂ സുഫിയാനും സംഘവും പോകുമ്പോൾ ചോദ്യം ചെയ്തതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പാവപ്പെട്ട സ്വഹാബികളുടെ, ആളുകളുടെ, മഹാന്മാരുടെ ജീവിതത്തിൽ അവർ മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് എടുത്തിട്ടാണ് അവര് കച്ചവടം ചെയ്യാൻ ഷാമിലേക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി, മക്കയിലുള്ള സ്വഹാബികളുടെ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തൊക്കെ എടുത്തിട്ട് ഇവർ കച്ചവടത്തിന് പോകുന്നുണ്ട് ഷാമിലേക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയാണ്, പടച്ചോന്റെ സമ്മതം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നേരിടാൻ നമ്മൾ തയ്യാറാവണം. മക്കയിൽ കഷ്ടപ്പെടുത്തി സ്വന്തം നാടും വീടും വിട്ട് മദീനയിലെത്തിയിട്ടും സ്വൈരം തരുന്നില്ല. അവിടുന്ന് ഇടങ്ങാറാക്കുക, കൃഷി നശിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, അല്ലെ, സ്വത്ത് അപഹരിക്കുക, മക്കയിലുള്ള സമ്പത്ത് മൊത്തം മോഷ്ടിച്ച് കച്ചവടം ചെയ്യാൻ പോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് അതിനെ നേരിടേണ്ടി വരും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളെ കൂട്ടിയിട്ട് പ്രതിരോധത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ഉശൈറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ വിവരം കിട്ടി, ആ കച്ചവട സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കച്ചവട സംഘത്തെ അവരെ നേരിടാൻ പോവാണ്. കാരണം മുസ്ലിമീങ്ങളെ സ്വത്ത് കട്ടിട്ടാണ് ഇവര് കച്ചവടത്തിന് പോകുന്നത്. സ്വാഭാവികമാണ്, അത് നേരിടും. അങ്ങനെ നേരിടാൻ വേണ്ടി ചെന്ന് ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ തിരിഞ്ഞ് അവരവിടെ നിന്നൊക്കെ വിട്ടിട്ട് അവരെ പാട്ടിന് പോയിട്ടുണ്ട്, രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്.